അങ്ങനെ 10 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ്. 2 മാസത്തെ വെക്കേഷനായി. 2 മാസം നാട്ടിൽ ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ പോവാണ് മക്കളെ. നിങ്ങൾ എല്ലാരും റെഡി അല്ലേ? ഞങ്ങളുടെ നാട് എവിടെയാണെന്ന് അറിയോ? കാസർഗോഡ് ജില്ലയിലെ തടിയങ്കോവൽ എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. ഞങ്ങളുടെ വീട് മീൻസ് എൻ്റെ ഹസ്ബൻഡിന്റെ വീട്. പിന്നെ എൻ്റെ വീട് കണ്ണൂരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഞാനത് എപ്പോഴും പറയുന്നതല്ലേ. അപ്പൊ ചേട്ടന്റെ വീട്ടിലോട്ടാണ് ആദ്യം പോകുന്നത്. ടിക്കറ്റ് കിട്ടുമെന്ന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. സ്കൂൾ അടച്ച അന്ന് രാത്രി തന്നെ ഞങ്ങൾ ട്രെയിനിലോട്ട് കയറി. പിന്നെ സുസൂക്കിനെയും തനൂസിനെയും മേലെ സീറ്റിലിരുത്തി ഞങ്ങള് സീറ്റൊക്കെ സെറ്റാക്കി ട്രെയിന് വിടുന്നതിന് 1/2 മണിക്കൂർ മുമ്പേ കയറി അങ്ങ് പോയി. എങ്ങാനും ട്രെയിൻ വിട്ടാലോ. മുമ്പൊക്കെ ഞങ്ങൾ എപ്പോ ട്രെയിനിൽ കയറണമെങ്കിലും ട്രെയിൻ വിടുന്നതിന്റെ ഒരു 1-2 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമേ റെയിൽവേ സ്റ്റേഷനിൽ എത്താറുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കുറച്ച് നേരത്തെ അങ്ങ് പോയി. നേരത്തെ കയറിയപ്പോഴാണെങ്കിലോ ഈ AC കോച്ചിലാവുമ്പോ ഇങ്ങനെ ബെഡ്ഷീറ്റ്, തലയണ അതൊക്കെ തരുമല്ലോ. ഇതൊക്കെയുണ്ട് ഓരോ സീറ്റുകളിലും നിറയെ വെച്ചിരിക്കുന്നു. ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ. നോക്കുമ്പോന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിൻ ആയിരുന്നു. അതുകൊണ്ട് ഓരോരോ സീറ്റുകളിൽ വീതം അവര് കൊണ്ടിടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു. കുറേ ബാഗൊക്കെ ഉണ്ടായിരുന്നു. തനൂസിന് ഒരു ബാഗ്, ചേട്ടന് ഒരു ബാഗ്, എനിക്കൊരു ബാഗ്, വേറൊരു ട്രോളി ബാഗ്. അതൊക്കെ കൊണ്ട് ഞങ്ങള് ട്രെയിനിൽ കയറി. നാട്ടിലേക്ക് 2 മാസത്തേക്ക് പോകുന്നില്ലേ. അപ്പൊ കൊറേ സാധനങ്ങൾ കൊണ്ടുപോകണ്ടേ. എന്ത് സാധനങ്ങളാ നമുക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് വേറെ എന്തിനും. പിന്നെ നേരെ എന്തെന്ന് വിശേഷം, നാട്ടിൽ പോയിട്ട് വേണം ഇനി കുറേ വീഡിയോസ് എടുക്കാൻ. ഞങ്ങൾ നേരത്തെ ട്രെയിനിലോട്ട് കയറിയതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുഴിമന്തി വാങ്ങി. അൽറീമെന്ന് നല്ല സൂപ്പർ കുഴിമന്തി കിട്ടും മക്കളെ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നിട്ട് കുഴിമന്തി വാങ്ങിയിട്ട് ഒരു പ്ലേറ്റ് കൊണ്ടുപോയിട്ടാ. ചേട്ടൻ പറഞ്ഞ പ്ലേറ്റിലല്ലാണ്ട് എനിക്ക് തിന്നാൻ പറ്റൂല. ആയിക്കോട്ട് എന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടെന്ന് വിചാരിച്ചിട്ട് പ്ലേറ്റും കൊണ്ടുപോയിട്ട് ട്രെയിനിലിരുന്ന് കുഴിമന്തി തിന്നുമ്പോൾ മെല്ലെ ട്രെയിൻ സ്റ്റാർട്ടാക്കി. ട്രെയിന് പതുക്കെ പോയി തുടങ്ങിയാണ്ടാ. അപ്പോഴേക്കും നമ്മുടെ സീറ്റിലും നമ്മുടെ നേരെ ഫ്രണ്ടിലുള്ള സീറ്റിലും മാത്രമേ ആൾ വന്നിട്ടുണ്ടായിരുന്നു. സുസൂക്കിക്ക് പിന്നെ ഞാൻ കുഴിമന്തി ഒന്നും കൊടുക്കാറില്ല. അതുകൊണ്ട് പഴം കട്ട് ചെയ്ത് വേവിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ടിഫിനിലാക്കിയിട്ട്. എന്നിട്ട് ഞങ്ങളുടെ സീറ്റിന്റെ തൊട്ട് മുമ്പിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ വീടും ഞങ്ങളുടെ വീടിന്റെ കുറച്ചങ്ങോട്ട് എവിടെയായിരുന്നു, കാഞ്ഞങ്ങാടായിരുന്നു അവരുടെ വീട്. അവർ രണ്ടുപേരും കൂടി പാരീസിൽ എന്തോ പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് ഉള്ള എന്തോ പരിപാടിയായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ കിടന്നു. ഞാനും തനൂസും കിടന്നപ്പോ ഞങ്ങൾ കിടന്നതിന്റെ നേരെ മേലെ ചെറിയ ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് ഓൺ ചെയ്തിട്ട് തനൂസ് കുറേ സമയം കളിച്ചു. തനൂസിന്റെ ഫോട്ടോസ് എടുക്കണം എന്നിട്ട് ഞാൻ കുറേ ഫോട്ടോ എടുത്തു. ആ ലൈറ്റ് എഫക്റ്റ് മുഖത്തേക്ക് അടിക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ കുറേ ഫോട്ടോ എടുത്തു. പക്ഷെ എന്റെ മുഖത്തേക്ക് അടിക്കുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. സങ്കടം. തനുവിനോട് ഞാൻ പറഞ്ഞ ഉറങ്ങുന്ന പോലെ കിടക്ക്, ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് തനു ഉറങ്ങുന്നത് പോലെ കിടന്നു. എന്നിട്ട് വീഡിയോ നോക്കുമ്പോൾ അതേ ഞാൻ ചിരിക്കുന്നത് പോലെയുണ്ട് മമ്മി, അത് മാറ്റി പറഞ്ഞു. ഞാൻ പിന്നെ അതൊന്നും മാറ്റിയില്ല. അങ്ങനെ ഞാനും തനും കുറേ സമയം ഒന്നിച്ച് കിടന്നു. സുസൂക്കിയും പപ്പയും കൂടി താഴെ കിടന്നു. സുസൂക്കി പപ്പേനെ കുറേ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് പപ്പ എന്ത് ചെയ്തു, ഒന്നെടുത്തോണ്ട് പോകോ എന്ന് പറഞ്ഞ് സുസൂക്കിനെ മേലേക്കാക്കി. പിന്നെ തനുവിന് താഴേക്കും ആക്കി. അങ്ങനെ ഞാനും സുസൂക്കി കൂടി ഉറങ്ങുമ്പോ സുസൂക്കിക്ക് പിന്നെ പെട്ടെന്നൊന്നും ഉറക്കം വരില്ലല്ലോ. എന്റെ ദൈവമേ, ഒന്നും പറയണ്ടെന്നുള്ള അവസ്ഥയാണ്. സുസൂക്കി എന്നിട്ട് എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം പിടിച്ച് കിടത്തി അങ്ങ് ഉറക്കി. ഉറങ്ങണ്ടേ, ഉറങ്ങിയാലല്ലേ വീട്ടിൽ പോയാലേ എണീക്കാൻ പറ്റൂ. രാത്രി 8:30 വിട്ട ട്രെയിൻ 2 മണിയാവാ. രാവിലെ വെളുപ്പിന് 2 മണിക്കാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. പയ്യന്നൂരിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ പോവാ. പയ്യന്നൂരിൽ ഇറങ്ങുമ്പോ അവിടെ ചേട്ടൻ, എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ അത് കണ്ടാ നമുക്ക് ഞങ്ങള് എങ്ങനെയൊക്കെയോ കിടന്നങ്ങോട്ട് ഉറങ്ങി. സുസൂക്കിനെ എടുത്തപ്പോ സുസൂക്കി ഉണ്ട് ഉറക്കത്തിൽ ചോദിക്കുന്നത്, എത്തിയോ പപ്പ? അങ്ങനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി. എത്ര മാസങ്ങൾക്ക് ശേഷമാണ്? കഴിഞ്ഞ ഓണത്തിന് സ്കൂള് പൂട്ടിയ സമയത്താണെന്ന് തോന്നുന്നു ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടിലേക്ക് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. പിന്നെ ക്രിസ്മസ് വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്മസ് വെക്കേഷൻ എൻ്റെ അനിയൻ്റെ കല്യാണം ആയതുകൊണ്ട് കണ്ണൂരിലോട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ അവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ചേട്ടൻ
റെയിൽവേ സ്റ്റേഷനിൽ കുറേ സമയം മുമ്പേ വന്ന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര നമ്മളിങ്ങനെ ഡെവലപ്മെന്റ് വരുന്നുണ്ട്. സൂപ്പർ പയ്യന്നൂർ സൂപ്പർ. റെയിൽവേ സ്റ്റേഷനിൽ എന്തൊരു അങ്ങനെ ഞങ്ങള് മാറ്റാണ്. കാറിലോട്ട് പതുക്കെ അങ്ങോട്ട് കയറി ഇരുന്നു. കാറ് കയറിയിട്ട് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ പോകണം തോന്നുന്നു അല്ലേ? അരമണിക്കൂർ പോകണമെന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോകുമ്പോൾ വെളുപ്പിന് 2 മണിയൊക്കെ ആണെങ്കിൽ പോലും നല്ല ഫുൾ ലൈറ്റും ചില കടകളൊക്കെ ഓപ്പൺ. ഞാൻ വിചാരിച്ചു എറണാകുളത്തൊക്കെ മാത്രമേ കടയൊക്കെ രാത്രിയിലൊക്കെ ഓപ്പൺ ആവുന്നു. പക്ഷെ ഇവിടെയും ഏതൊക്കെയോ കടകളും പിന്നെ റംസാൻ ആയതുകൊണ്ട് പള്ളിയിലൊക്കെ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ചേട്ടൻ, എൻ്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ. അങ്ങനെ ഞങ്ങള് വീട്ടിലെത്താൻ വേണ്ടിട്ട് തനു ഇങ്ങനെ ഭയങ്കരമായി എക്സൈറ്റഡ് ആയിരിക്കുന്നായിരുന്നു. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് പതുക്കെ അങ്ങോട്ട് കയറി. അച്ഛനും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റൊക്കെ ഉണ്ടായിരുന്നു. വേഗം സുസുക്കിനെ എടുത്തു. അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തി. ഇനി വേഗം കിടന്ന് ഉറങ്ങട്ടെ മക്കളെ. ഇനി മുതൽ ഇവിടുത്തെ കുറേ വീഡിയോസ് ഇടാനുള്ളതാന്ന് പറഞ്ഞിട്ട്